അധികാരക്കൊതിയും രാഷ്ട്രീയ വഞ്ചനകളും നിറഞ്ഞ പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ നിന്നും കേട്ടാൽ ഞെട്ടുന്ന അട്ടിമറികളുടെയും കൂറുമാറ്റങ്ങളുടെയും വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു വശത്ത് പാർട്ടി പിളർത്തി നേതാക്കൾ കൂട്ടത്തോടെ കൂറുമാറുമ്പോൾ മറുപുറത്ത് പാർട്ടിയുടെ പരമാധികാരിയായിരുന്ന മമതാ ബാനർജിയെ പോലും തള്ളിപ്പറഞ്ഞ് വിശ്വസ്തർ ശത്രുപാളയത്തിലേക്ക് കൂടിയിറക്കുകയാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കി നേതാക്കൾ നടത്തുന്ന ഈ പുതിയ രാഷ്ട്രീയ നാടകമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയി പോകുന്നത്. മമതാ ബാനർജിയുടെ ഏറ്റവും കടുത്ത വിശ്വസ്തതയായി അറിയപ്പെടുന്ന MP മഹുവ മൊയ്ത്ര നിലവിലെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ പരസ്യമായി പ്രശംസിച്ച് രംഗത്തെത്തിയതാണ് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുള്ളത്. BBC-ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി സുവേന്ദുമായുള്ള തന്റെ വ്യക്തിബന്ധത്തെക്കുറിച്ച് മഹുവ മനസ്സ് തുറന്നത്. മമതാ ബാനർജിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ചുരുക്കം ചില നേതാക്കളിൽ ഒരാളായ മഹുവയുടെ ഈ പ്രസ്താവന ബംഗാൾ രാഷ്ട്രീയത്തിലും വലിയ അഭ്യൂഹങ്ങൾക്കാണ് കാരണമായിട്ടുള്ളത്. ഒന്നിച്ച് തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് സുവേന്ദു അധികാരി തനിക്ക് നൽകിയ പിന്തുണയെക്കുറിച്ചും തന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതിനെ കുറിച്ചും മഹുവ അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഘട്ടങ്ങളിൽ തനിക്ക് താങ്ങായി നിന്നത് സുവേന്ദുവാണെന്നാണ് മഹുവ പറയുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് പാർട്ടി സീറ്റ് നിഷേധിച്ചപ്പോൾ രാത്രി മുഴുവൻ കരഞ്ഞിരുന്നുവെന്നും അന്ന് തന്നെ ആശ്വസിപ്പിക്കാനും ധൈര്യം പകരാനും അടുത്തിരുന്നത് സുവേന്ദു അധികാരി മാത്രമായിരുന്നുവെന്നും മഹുവ പറയുകയാണ്. 2016 ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരീംപൂരിൽ നിന്നാണ് മഹുവ ആദ്യമായി ജനവിധി തേടുന്നത്. അന്ന് രാഷ്ട്രീയത്തിൽ തുടക്കക്കാരിയായിരുന്ന തനിക്കായി പ്രചാരണത്തിന് മുതിർന്ന TMC നേതാക്കൾ ആരും വന്നില്ല. എന്നാൽ സുവേന്ദു അധികാരിയാണ് തനിക്കായി ആദ്യ തെരഞ്ഞെടുപ്പ് റാലി നടത്തിയതെന്നും മഹുവ മറന്നിട്ടില്ല. ഇന്നും ആ റാലിയുടെ ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ താനും സുവേന്ദുവും മാത്രമാണ് അതിലുള്ളതെന്ന് കാണാമെന്നും അവർ കൂട്ടിച്ചേർത്തു. മമതാ ബാനർജിയുമായുള്ള കടുത്ത ഭിന്നതകളെ തുടർന്ന് 2020 സുവേന്ദു അധികാരി TMC വിട്ടത്. രഥപ്രതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത MLA-മാർ പാർട്ടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സജീവമായി ശ്രമിക്കുന്നതിനിടയിലാണ് മഹുവയുടെ ഈ പരാമർശങ്ങൾ പുറത്തു വന്നത് എന്നതും ശ്രദ്ധേയമാണ്. നിലവിൽ വിമത ക്യാമ്പ് മമതാ ബാനർജിയെ പാർട്ടി അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കുകയും അഭിഷേക് ബാനർജിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ പേരിനും ചിഹ്നത്തിനുമായി വിമതർ ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു കഴിഞ്ഞു. ആകെയുള്ള 80 TMC MLA-മാരിൽ 60 പേരുടെയും പിന്തുണ തങ്ങൾക്കുണ്ടെന്നാണ് വിമതരുടെ അവകാശവാദം. പാർട്ടിയിൽ നിന്ന് വിമതർ കൂട്ടത്തോടെ പുറത്തു പോയതിനെ തൃണമൂലിന്റെ ശുദ്ധികലശമെന്നാണ് മഹുവ വിശേഷിപ്പിച്ചത്. ഇതിന് കാരണക്കാരായ സുവേന്ദുവിനും BJP-ക്കും അവർ നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. മമതാ ബാനർജിക്ക് നേതാക്കളുമായി വ്യക്തിപരമായി അടുപ്പം സൂക്ഷിക്കാനാണ് താല്പര്യമെന്നും എന്നാൽ സ്വന്തമായി ജയിക്കാൻ ശേഷിയില്ലാത്ത ഉപയോഗശൂന്യരായ ആളുകളെ പോലും പാർട്ടിയിൽ ചുമന്നു നടന്നതാണ് തൃണമൂലിന്റെ പരാജയമെന്ന് മഹുവ പറയുന്നുണ്ട്. നിലവിൽ മഹുവ മൈത്ര പാർട്ടി വിടുമെന്ന സൂചനകളൊന്നും എവിടെയും നൽകിയിട്ടില്ലെങ്കിലും ബംഗാളിലെ നിലവിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുമായുള്ള ഊഷ്മള സൗഹൃദം അവർ പരസ്യമായി പുതുക്കിയത് തൃണമൂൽ ക്യാമ്പിൽ വലിയ ആശങ്കകൾക്കാണ് കാരണമായിട്ടുള്ളത്.